മദ്രസയിൽ നമ്മൾ ഒരുപാട് പാട്ടുകളും ബെയ്ത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇഹ്ദിനാ യാ റബ്ബന എന്നുള്ള പാട്ട് പഠിച്ചിട്ടില്ലേ? അതറിയാം. ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് ഒരുമിച്ച് ചെല്ലാം. ഇഹ്ദിനാ യാ റബ്ബന ലാ തുസിഅ് ഖുലൂബന ബഅദ ഇദ് ഹാദൈതനാ റഹ്മതൻ വഹബ് ലനാ റബ്ബന സിദ് ഇൽമനാ നൂറനാ അത്മിം ലനാ കുല്ല ഖൈരിൻ നാതിനാ കുല്ല ശർറിൻ വഖിനാ ഹസ്സിലൻ മുറാദനാ വഖ്ളിയൻ ഹാജാതിനാ അസ്ലിഹൻ അഹ്വാലനാ നഹ്നു നദ്ഉ റബ്ബനാ. അഫ്സോന്ന് ഓതുക ആദ്യോട്ട്. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹ്. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരെ വഫാത്ത് മദീനത്ത്. അല്ലാഹുവിൻ്റെ റസൂലാണ്, നേർവഴി കാട്ടിയ നബിയാണ്. നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. മുത്തു നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ, അല്ലേ? അപ്പൊ മുത്തു നബിയെ സ്നേഹിക്കണം, ആ മാർഗത്തിൽ പോകണം എന്നൊക്കെ പഠിച്ചില്ല? അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്നത് എവിടെയാണ്? മക്കയിൽ നിന്ന്. എവിടെയാണ് തുടങ്ങുന്നത്? മക്കയിൽ നിന്ന് തുടങ്ങി, അല്ലേ? തുടങ്ങി എത്ര വർഷം അവിടെ ജീവിച്ചു? നബിക്ക് എത്രാമത്തെ വയസ്സിലാണ് നബി പ്രവാചകത്വം കിട്ടുന്നത്? 40-ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിലാ? അപ്പൊ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി, നബിയായി. അള്ളാഹ് സ്വീകരിച്ചു, അല്ലേ? വഹയി കൊടുത്തു, ജിബ്രീൽ ഇസ്ലാം വന്നു, അല്ലേ? ഹിറാ ഗുഹയിലാണ് വന്നത്. ഇന്നത്തെ ആ മലയുടെ പേരെന്താ? ജബലിൻ നൂർ എന്നാ, അല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോഴേ ആ മക്കക്കാരെല്ലാവരും കൂടെ സ്വീകരിച്ചതൊന്നുമില്ല. നബി ഒരുപാട് ബുദ്ധിമുട്ടിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച്, കല്ലെറിഞ്ഞിട്ടുണ്ട്, അതേപോലെ ഒരുപാട് അക്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. 13 വർഷം എവിടെയായിരുന്നു? മക്കയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചില്ല?